ഹായ് സർ. ഹായ്. അപ്പൊ എന്റെ മുന്നേ ഇരിക്കുന്നത് ബാവ പട്ടാമ്പി സാർ അല്ലേ? അതെ. ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ട്രൈക്കോളജിസ്റ്റ് ആണ് അതിലുപരി. സാർ അപ്പൊ ഞങ്ങക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ. അതെ, ബൊട്ടോക്സും നാനോപ്ലാസ്റ്റിയും ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ? ബ്യൂട്ടി സ്ക്രിപ്റ്റ് നല്ല അടിപൊളി പേരാണ്, കൊട്ടാരക്കരയിലേക്കൊക്കെ ചേർന്നൊരു പേര്. പിന്നെ കരീഷ്മ അത് നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ ഈ ചോദ്യം ഒട്ടുമിക്ക എല്ലാ ബ്യൂട്ടീഷ്യൻസിനും ഉണ്ട്. ബ്യൂട്ടീഷ്യൻസിന് പുറമെ സാധാരണക്കാരനുണ്ട്. നമ്മളേക്ക് വരുന്ന ക്ലെയിംസും ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. തീർച്ചയായും നാനോപ്ലാസ്റ്റിയോ ബോട്ടോക്സോ ചെയ്തുകൊണ്ടൊന്നും ഹെയർ ഗ്രോത്ത് വരില്ല. അതൊക്കെ ഒരു തെറ്റായ ധാരണ മാത്രമാണ്. എൻ്റെ അനുഭവത്തിൽ ഹെയർ ഗ്രോത്ത് വരണമെങ്കിൽ ശരിക്കും ഇന്റേണലായിട്ട് എന്തെങ്കിലും പ്രോട്ടീൻസ് ഒക്കെ ആഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ഈ നാനോപ്ലാസ്റ്റിയോ ബോട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് തോന്നിക്കും, അതാണ് അതിന്റെ സത്യം. അതിനെ മിസ്യൂസ് ചെയ്യുന്ന പല ആളുകളും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് വിഷമം. കാരണം തെറ്റായ പ്രചരണം നടത്തുക, വ്യാജമായുള്ള വാർത്തകൾ സൃഷ്ടിക്കുക, അതിന്റെ മേലെ മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്നും ഞാനൊരു മാധ്യമത്തിലും കൊടുക്കാത്തതാണ്. പക്ഷെ നീ ചോദിച്ചോണ്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും നാനോപ്ലാസ്റ്റിയോ ബോട്ടോക്സോ ചെയ്യുന്നതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. മറിച്ച് ഹെയർ ബൗൺസ് ചെയ്യും. അതായത് ഒരു മുടി കുറച്ചുകൂടി കട്ടിയും കനവും വെക്കും. അതിന് കൃത്യമായുള്ള മോയ്സ്ചർ, പ്രോട്ടീൻസ് അതെല്ലാം ഇൻജെക്റ്റഡ് ആവുന്നുണ്ട്. അത് കോർട്ടെക്സിൽ അതിന്റെ ഷൈനിങ് വർദ്ധിക്കും. തന്മൂലം ക്രോത്തായി തോന്നിക്കുന്നതാണ്, അല്ലാതെ ക്രോത്ത് ഒന്നും വരത്തില്ല.